അപ്പോൾ കയ്യിലെ ചരട് മുറിച്ച് കളഞ്ഞു, പൊട്ടുമായിച്ച് കളഞ്ഞു, മുണ്ടഴിച്ചു. സൗകര്യം കിട്ടിയിരുന്ന എന്നെ പൊന്നാനി കൊണ്ടുപോയനെ. ഈ ചാനലിലൂടെ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഷാജി കൈലാസ് ആദ്യമായി എന്നെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. ചെല്ലുമ്പോഴാണ് അതിൽ സുരേഷ് ഗോപി നായകനായ പുതിയ ചിത്രമാണ്. കറുത്ത കുറിയുടെ ഒരിക്കലും ഇടുന്നവർ ബി ജെ പിക്കാരല്ല. ബി ജെ പിക്കാർ ചുവന്ന കുറിയാണ് ഇടുന്നത്. അവരുടെ കുറി കണ്ടിട്ടില്ലേ? അതെ. ഒറ്റയ്ക്കാ പറയുന്നത്, ഞങ്ങളാണ് രാഷ്ട്രപിതാവിനെ കൊന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി മഹാത്മാഗാന്ധി ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് ഹിന്ദു രാഷ്ട്രമാക്കണം. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും രണ്ടാന്തരം പൗരന്മാരാക്കണം. പൗരത്വ നിയമം ഭേദഗതി ചെയ്യണം. ഏകീകൃതമായി സിവിൽ കോഡ് കൊണ്ടുവരണം. പുറം നാട്ടിൽ മരിച്ച ഒരു ബോഡി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ സോ അതിനെ തൂക്കിയെടുത്ത് ഒരു ലഗേജ് എടുക്കുന്ന പോലെ. ഒരു മതേതര രാഷ്ട്രമായി ഇന്ത്യയിൽ ഈ ജീവിക്കുന്ന ഒരു നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. ചാനൽ ചർച്ചയിൽ അവരെ ഞാൻ അതിശക്തമായി നേരിട്ടു. ഹലോ ഗൈസ്, അൺപ്ലഗ് ടോക്ക് വിത്ത് ഉനൈസ് മൈനാടി എന്ന ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് കാസർഗോഡിൻ്റെ ജനകീയനായ ബഹുമാന്യനായ കാസർഗോഡ് MP ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ സാറാണ്. അതുപോലെ തന്നെ ഒരു വിശേഷണം കൂടി പറയാം, കാസർഗോഡുകാരുടെ സ്വന്തം ഉണ്ണിച്ച എന്നും കൂടി പറയും നമ്മുടെ ബഹുമാനപ്പെട്ട MP. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സർ. 2019 കാസർഗോഡിലേക്ക് വരുന്ന ആ സമയത്ത് മുതൽ ഉണ്ണിച്ച എന്നുള്ള ആ ഒരു പേര് അതൊരു ബ്രാൻഡായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനെങ്ങനെ ആസ്വദിക്കാറുണ്ടോ സർ ആ പേര്? തീർച്ചയായിട്ടും ഞാൻ ആസ്വദിക്കാറുണ്ട്. കാരണം 1968 രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഞാനാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ പെട്ടിയും തൂക്കി കേരളം മൊത്തം നടന്നിട്ട് എനിക്ക് ആരും ആകാൻ കഴിഞ്ഞില്ല, ആരും ആകാൻ ഒത്തില്ല. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി എന്നെ വരിച്ച ഒരു ജനങ്ങൾ കാസർഗോഡ് ജനങ്ങളാണ്. ഞാനിവിടെ വരുമ്പോൾ അവരെനിക്ക് നൽകിയ സ്നേഹം, വാത്സല്യം, സഹായം, സഹകരണം ഈ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് അവരെന്നെ കാണുന്നത്. അതുകൊണ്ടാണ് അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായ എനിക്ക് ഉണ്ണിച്ച എന്നവർ പേരിട്ടത്. സ്വാഭാവികം ഇച്ച എന്ന് പറയുന്നത് കാസർഗോഡുകാർ ആരെയാണ് വിളിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ആ പേര് അന്വർത്ഥമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ പേര് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. എനിക്ക് ആ പേര് വിളിക്കുന്നവരോട് കൂടുതൽ ബഹുമാനമുണ്ട്. ഉണ്ണിച്ച എന്നുള്ളത് അവരുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എന്നെ കൂടുതൽ സന്തോഷദായകനാക്കുന്നു എന്നുള്ളതാണ് സത്യം. സർ, അന്നത്തെ ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഞങ്ങൾ കാസർഗോട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് വരാൻ പോകുന്ന നമ്മുടെ ഒരു സ്ഥാനാർത്ഥി UDF മുന്നണിക്ക് വേണ്ടി വരാൻ പോകുന്നത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയെ പോലെ ഒരു സിനിമാ നടൻ കൂടിയാണ് സർ. അപ്പോൾ ഇങ്ങനെ ഒരാളെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് പെട്ടെന്നുള്ളൊരു ഡിക്ലറേഷൻ കൂടിയായിരുന്നു. മാത്രമല്ല AK ഗോപാലൻ അന്ന് പറഞ്ഞ പോലെ ജവഹർലാൽ നെഹ്റു വരെ വന്നോട്ടെ, ഇവിടെ മത്സരിച്ചോട്ടെ, ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ അത്രയും ഒരു പാർട്ടി ഗ്രാമം പോലെ നിൽക്കുന്ന ഒരു സാഹചര്യം കാസർഗോഡിനെ സാറിന് തരുമ്പോൾ അത് എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടായിരുന്നു സാർ ഇങ്ങോട്ട് വരുമ്പോൾ, വണ്ടി കയറുമ്പോൾ? കാസർഗോഡ് ഒരിക്കലും മത്സരിക്കേണ്ടി വരുമെന്ന് എനിക്ക് ഒരു ധാരണയുമില്ലായിരുന്നു. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കാലത്ത് പാലക്കാട്ട് മത്സരിക്കാനായി എന്നെ നിർബന്ധിച്ച ആളാണ് രമേശ് ചെന്നിത്തല. അന്നദ്ദേഹം KPC പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തോട്ട് ഞാനില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. കാരണം ഈ തലശ്ശേരി, അതുപോലെ തന്നെ ഞാൻ കൊല്ലത്ത് ജനിച്ചു വളർന്ന ഒരു ആളാണ്. കൊല്ലം സീറ്റ് കോൺഗ്രസിനാണ്. കൊല്ലം സീറ്റിൽ ഒരു നായർ കാൻഡിഡേറ്റാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഞാൻ നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്, ഞാൻ കൊല്ലക്കാരനാണ്. അപ്പോൾ അവിടെ തിരുവനന്തപുരത്തുകാരനായ പീതാംബരക്കുറുമെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ അവരാലോചിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാനൊരിക്കലും പാലക്കാട്ട് പോവില്ല, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ജില്ല ആയ കൊല്ലം തരണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തന്നില്ലെന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി രമേശും കൂടെ എന്നോട് തൃശ്ശൂർ മത്സരിക്കാൻ പറഞ്ഞു. അത് പിന്നെ ചില അട്ടിമറികൾ, പാർട്ടിക്കകത്ത് നടന്ന ചില അട്ടിമറികളുടെ ഫലമായിട്ടാണ് ബെന്നി ബെഹനാനെ ചാലക്കുടിയിലും എന്നെ തൃശ്ശൂരും മത്സരിപ്പിക്കാനാണ് ശ്രീ ഉമ്മൻചാണ്ടി രമേശൂടെ തീരുമാനിച്ചത്. പക്ഷേ അതിന് മുകളിലുള്ള ചില ആളുകളുടെ ഇടപെടൽ മൂലം ശ്രീ ധനപാലൻ ചാലക്കുടിയിൽ വരികയും
അതിൻ്റെ അടിസ്ഥാനത്തിൽ PC ചാക്കോ തൃശ്ശൂർ വരികയും ചെയ്തു. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ചാലക്കുടിയും തൃശ്ശൂർ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. ഒരു ഈഴവ കാൻഡിഡേറ്റ് അവിടെ വന്നു, പിന്നെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് തൃശ്ശൂർ വരും. അതേസമയം ബെന്നി ബെഹനാൻ ആയിരുന്നു ചാലക്കുടി സ്ഥാനാർത്ഥിയെങ്കിൽ തൃശ്ശൂർ ഞാൻ വരുമായിരുന്നു. പക്ഷേ പാലക്കാട്ടാണ് അവർ തരാൻ എനിക്ക് ഉദ്ദേശിച്ചത്. ഞാൻ വളരെ അഡമൻ്റായി സ്റ്റാൻഡ് എടുത്തു, പാലക്കാട്ടേക്ക് ഞാനില്ല. ഈ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു പിന്നെ ജനപക്ഷ യാത്ര നടത്തി. ആ യാത്ര പത്തനംതിട്ടയിൽ വന്നപ്പോൾ പത്തനംതിട്ടയിൽ വെച്ച് ഇന്ത്യൻ എക്സ്പ്രസ്സിന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹം പറഞ്ഞത്, വടകരയിലെ പാർലമെൻറ്റ് അംഗം ഞാനാണ്, ഞാൻ KPC പ്രസിഡൻ്റാണ്, ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല. അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു, ഇത്തവണ വടകരയിൽ എനിക്ക് പകരം ഞാൻ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനെയാണ്. സാറി, മുല്ലപ്പള്ളി ഞാനുമായിട്ട് വർഷങ്ങളോളം ബന്ധമുണ്ട്. 1978 കോൺഗ്രസിൽ ആശയപരമായ ധ്രുവീകരണം ഉണ്ടാകുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറിയായിരുന്നു. അന്നു മുതൽ ആരംഭിച്ച ഒരു ആത്മീയ ബന്ധം, ഒരു വൈകാരിക ബന്ധം മുല്ലപ്പള്ളിയുമായിട്ടുണ്ട്. ഞങ്ങൾ ഒരു അമ്മ പറ്റ മക്കളെ പോലെ ജീവിച്ച രണ്ടുപേരാണ്. അപ്പോൾ സ്വാഭാവികമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നെ വടകരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അത് പിന്നെ സർവ്വസമ്മതമായ ഒരു തീരുമാനമായിരുന്നു. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായി ഞാൻ അവിടെ വന്നാൽ അത് മറ്റു പല മണ്ഡലങ്ങളെയും ബാധിക്കുമെന്ന് കോൺഗ്രസിലെ ഉന്നതരായ ചില നേതാക്കന്മാർ പറയുകയും അതിന് പ്രാമുഖ്യം കിട്ടുകയും ചെയ്തപ്പോൾ എന്നെ വടകരയിൽ നിന്ന് മാറ്റാൻ തീരുമാനമെടുത്തിട്ട് വടകരയിൽ പരീക്ഷ ഒരു ഈഴവ കാൻഡിഡേറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഈഴവ കാൻഡിഡേറ്റ് വെച്ചു. അത് വലിയ ബഹളമായി. അപ്പോൾ ഞാനാണ് അവിടെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ സ്വാഗതം ചെയ്തു. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാസർഗോട്ടുകാർ പറഞ്ഞല്ലോ, ഞാനിവിടെ വന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. ഈ സ്ഥാനാർത്ഥി ഡിക്ലറേഷൻ വരുന്നതിൻ്റെ അന്ന് രാത്രി 9 മണിക്ക് ഞാൻ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്. ഞാനും വിനുവായിട്ടാണ്. അപ്പോൾ 9 മണിക്ക് ചർച്ച തീരും. 8 മണിയുടെ 8 മണി 1 മണിക്കൂറിനുള്ള ന്യൂസ് അവർ. അപ്പോൾ 9 മണിയായപ്പോൾ സ്ഥാനാർത്ഥികൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ വടകരയിൽ ഞാനല്ല സ്ഥാനാർത്ഥി. പിന്നെ കാസർഗോഡ് സ്ഥാനാർത്ഥി സുബൈറയുടെ പേരാണ് വന്നത്. പഴയ രാമറൈ എന്ന് പറയുന്ന MP മാനാണ്. അപ്പോൾ വിനു എന്നോട് ചോദിച്ചു, ഇത്തവണയും രാജ്മോഹൻ ഉണ്ണിത്താന് സീറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇത്തവണയല്ല, ഞാൻ മരിക്കുന്നവർ എനിക്ക് സീറ്റ് കിട്ടില്ല. ഇത് ലൈവായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ മരിക്കുന്നവർ ഒരു സീറ്റ് തരില്ല, അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല, ഞാൻ മരിക്കുന്നവർ കോൺഗ്രസ്സുകാരനായിരിക്കും. ഒരു സീറ്റിന് വേണ്ടിയിട്ടല്ല ഞാൻ കോൺഗ്രസ് ചേർന്നത്. ഞാൻ കോൺഗ്രസ്സുകാരനായത് കോൺഗ്രസിൻ്റെ ചരിത്രം പഠിച്ചിട്ടാണ്. അതുകൊണ്ട് എനിക്കെന്ത് വ്യക്തിപരമായ ലാഭനഷ്ടങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എനിക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് മരിക്കുമ്പോൾ എൻ്റെ ശരീരത്തൊരു ത്രിവർണ്ണ പതാക വീഴണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതും ചിലപ്പോൾ ഈ പാർട്ടി ഇട്ടില്ലെന്ന് വരും. എനിക്ക് 3 ആൺകുട്ടികളുണ്ട്. ഞാൻ ആ 3 പേരോടും പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ മരിക്കുമ്പോൾ നിങ്ങൾ അച്ഛൻ്റെ ദേഹത്ത് ഒരു ത്രിവർണ്ണ പതാക പുറപ്പിക്കണം. അവർ മത്സരിച്ച് 3 പേരുണ്ട്. 3 പതാക വീഴും എൻ്റെ ദേഹത്ത്, ഒന്നല്ല. കാര്യം 3 പേരും അക്കാര്യത്തിൽ അച്ഛനോടുള്ള കമ്മിറ്റ്മെൻറ്റ് പാലിക്കും. അതിനപ്പുറം എനിക്കൊരാഗ്രഹമില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് വിനു പറഞ്ഞു, കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്യണം, കാരണം സ്ഥാനാർത്ഥി പട്ടിക വന്ന രീതി അതിനെക്കുറിച്ച് ഒരു ചർച്ചയാകാമെന്ന് പറഞ്ഞു. 9:15 ആകുമ്പോൾ ചാനൽ എഴുതി കാണിക്കുന്നു, കാസർഗോഡ് സീറ്റിലൊരു മാറ്റം, രാജ്മോഹൻ ഉണ്ണിത്താനാണ്. വളരെ യാദൃച്ഛികമായി എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനത്തേക്ക് എന്നെ അവരോധിച്ചു. ഞാൻ വടകര സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ ആഗ്രഹിച്ചു, ഞാൻ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്തതാണ്. പക്ഷെ കാസർഗോഡ് എന്നെ പ്രഖ്യാപിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാസർഗോട്ടേക്ക് വരുന്നത്. കാസർഗോട്ടേക്ക് ഞാൻ വണ്ടി കയറി ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ എന്നെ 11 മണിയായി. ഒരു ജനമഹാസമുദ്രം. അതെ, മീഡിയാസിലൊക്കെ നമ്മൾ കണ്ടത്, നിങ്ങൾ നേരിട്ട് കണ്ടാണ്. എന്നെ വരവേൽക്കാൻ പിന്നെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ തിക്കും തിരക്കുമായിരുന്നു. പലരും പാളത്തിലേക്ക് മറിഞ്ഞു വീണു. എന്തോ ഒരു ജനമായിരുന്നല്ലോ. അന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഈ യാത്ര തിരിച്ച് തിരുവനന്തപുരത്തേക്കല്ല, ഡൽഹിയിലേക്കാണ്. കാസർഗോട്ടെ ജനങ്ങൾ എന്തോ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷിച്ചിരുന്നത് സംഭവിച്ച പോലൊരു പ്രതീതിയാണ്. അതായത് അതിനു മുമ്പും അങ്ങനെ ഒരു കാൻഡിഡേറ്റിന് പോയിട്ട് ഒരു ആരെയോ എന്തൊക്കെയോ കണ്ട ഒരു പ്രതീതിയായിരുന്നു. അന്ന് മീഡിയ ഒക്കെ അത്രയധികം ചർച്ച ചെയ്തതാണ് ആ ഒരു എൻട്രി, ആ ഒരു റോയൽ എൻട്രി എന്ന്. ഞാൻ നിരവധി വർഷക്കാലം കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായിരുന്നു. ചാനൽ ടു ചാനൽ ഒരു ദിവസം എന്നെ കിട്ടാൻ വേണ്ടി 4ഉം 5ഉം ചാനലുകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി 7 മണിക്ക്, അതുപോലെ 5 മണിക്ക്, 6 മണിക്കൊക്കെ റെക്കോർഡ് ചെയ്ത് ലൈവായി കാണിച്ചവരുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരേ സമയം ഞാൻ 4ഉം 5ഉം ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചാനൽ ടു ചാനൽ, അപ്പോൾ അതെന്നും ഒരു ദിവസമല്ല.
അപ്പോൾ എന്നെ ഈ ചാനലിലൂടെ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഷാജി കൈലാസ് ആദ്യമായി എന്നെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. ഇതിൽ നിന്നാണ് വരുന്നത്. അതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഷാജി എന്നോട് പറഞ്ഞു, നിങ്ങളിലൊരു കലാകാരനുണ്ടോ, നിങ്ങളുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ, നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ, നിങ്ങളുടെ മുഖഭാവം, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കലാകാരനുണ്ട്. ഞാൻ ബ്രഹ്മാനന്ദ് എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കുന്നു, മമ്മൂട്ടി വെച്ച് എടുക്കുന്നത്, അതിലൊരു വളരെ പ്രധാനപ്പെട്ട റോള് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി, മനസ്സിലായില്ലേ? പോയി കഴിഞ്ഞ് ഞാൻ ഷാജിയെ ഒരു ദിവസം എന്നെ വിളിക്കുന്നു, എനിക്ക് അത്യാവശ്യമായി കാണണം. ഞാൻ പറഞ്ഞു, എന്താ ഷാജി എന്ന് ചോദിച്ചു. അല്ല, എൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങാണ്, അതിൽ താങ്കൾക്കൊരു പ്രധാന റോൾ. ഞാൻ പറഞ്ഞു, ഞാനില്ല ഷാജി. ഷാജി ഒരു കൊല്ലത്തിന് മുമ്പേ എന്നെ ബ്രഹ്മാനന്ദിലെ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഇതുവരെ അരങ്ങിയിട്ടില്ല, എന്നെ ബന്ധപ്പെട്ടില്ല. ഞാൻ ആ മോഹം ഉപേക്ഷിച്ചു, ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ല. അപ്പോൾ ഷാജി പറഞ്ഞു, ഇപ്പോൾ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ കോഴിക്കോട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമോ? ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു, ഞങ്ങൾ അതല്ലെങ്കിൽ ട്രെയിനിൽ കയറിക്കോ, നാളെ രാവിലെ നിങ്ങൾ കൊച്ചി വന്നിറങ്ങണം, ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ ഷൂട്ടിങ് തുടങ്ങാം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഷാജി, ദിസ് ഇസ് ദ ലാസ്റ്റ്, ഇനി ഒരിക്കലും ജീവിതത്തെ ഞാൻ വിശ്വസിക്കത്തില്ല നിങ്ങളെ. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു, എറണാകുളത്ത് നിന്ന് ഇറങ്ങുന്നു. എന്നെ വെയിറ്റ് ചെയ്ത് കുറേ ആളുകൾ റെയിൽവേ സ്റ്റേഷൻ വന്നു, എന്നെ നേരെ ബൊൾഗാട്ടി പാലസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അതിന് സുരേഷ് ഗോപി നായകനായ പുതിയ ചിത്രമാണ് ടൈഗർ. അതിൽ മുഖ്യമന്ത്രിയുടെ വേഷമാണ് എനിക്ക്. ഞാൻ അവിടെ ചെന്നു, അപ്പോൾ തന്നെ പത്രക്കാരും ചാനലുകാരും ഒക്കെ വിളിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ 21 മലയാള സിനിമയിൽ അഭിനയിച്ചു. എൻ്റെ ആദ്യത്തെ ഷോട്ട് ഒറ്റ ടേക്കിൽ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എടുക്കാൻ കഴിഞ്ഞു. അപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ ചാനലുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, സിനിമകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ തലശ്ശേരി മത്സരിക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ പടത്തിന് ഷൂട്ടിങ് തലശ്ശേരി നടക്കുകയാണ്. മമ്മൂട്ടി ഇരട്ട വേഷത്തിൽ ബൽറാം വേഴ്സസ് താരാദാസ്. ഫ്രം ദ വെരി ബിഗിനിങ് ടു ദി എൻഡ് ഞാൻ മമ്മൂട്ടിയുടെ താരാദാസ് എന്ന കഥാപാത്രത്തിന്റെ സപ്പോർട്ടീവായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ നിരവധി സിനിമകളിൽ അഭിനയിച്ചു. അപ്പോൾ മിനി സ്ക്രീനുകളിലും ബിഗ് സ്ക്രീനുകളിലും ഞാൻ വളരെ പോപ്പുലറായിരുന്നു, നിറഞ്ഞു നിൽക്കുകയാണ്. എന്നെ കാണാത്ത പിന്നെ എനിക്ക് ചാനൽ ചർച്ചയിലൊക്കെ ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ നമുക്കറിയാമല്ലോ, ശശികല ടീച്ചറുമായി ഒരു സംവാദം നടന്നു. അവരുടെ പ്രസംഗങ്ങൾ പ്രൊവോക്കേറ്റീവാണ്. ഒരു മതേതര രാഷ്ട്രമായി ഇന്ത്യയിൽ ഈ ജീവിക്കുന്ന ഒരു നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ പ്രസംഗിക്കുന്നത്. ഇപ്പൊ പി സി ജോർജ് നടത്തുന്ന അതേ പ്രസംഗമാണ് ടീച്ചർ നടത്തിയത്. കാരണം ഒരു മതേതര രാഷ്ട്രത്ത് നമ്മുടെ വരും തലമുറയ്ക്ക് പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും സഹായിക്കാനും സഹവർത്തിത്വത്തോടുകൂടി മുന്നോട്ട് പോകാനും ഒരു പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപിക മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക്, നാളെയുടെ താരങ്ങളായ ആ ഓമനകളുടെ മനസ്സിലേക്ക് വർഗീയത വിദ്വേഷം പകർത്തിയതിനെതിരെ ഞാനൊരു നിലപാടെടുത്ത് ചാനൽ ചർച്ചയിൽ അവരെ ഞാൻ അതിശക്തമായി നേരിട്ടു. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിലൊക്കെ എനിക്ക് ഒരു മതേതര വിശ്വാസി എന്നുള്ള ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ചിന്താഗതിക്കാരെന്നുള്ള എൻ്റെ നിലപാടുകൾ എപ്പോഴും ജനപക്ഷത്തായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ചാനൽ ചർച്ചകളിൽ ഞാൻ എടുത്തിട്ടുള്ള ഒരു നിലപാടുകളും സമീപനങ്ങളും ഉത്തര മലബാറിനെ വല്ലാതെ കോരിത്തെരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവരുടെ മനസ്സിൽ അവർ കണ്ടിരുന്ന ഒരാൾ, ദീർഘകാലമായി പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ കാസർഗോഡ് ലാൻഡ് ചെയ്തൊരു പ്രതീതിയാണ് ഞാനിവിടെ ആദ്യമായി ലാൻഡ് ചെയ്യുമ്പോൾ. അവിടുന്ന് അങ്ങോട്ട് എൻ്റെ ആത്മവിശ്വാസം വളരുകയും എനിക്കൊരു പാർലമെൻറ്റ് അംഗമാകാൻ സാധിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുകയും ചെയ്തു. മാത്രമല്ല, ഞാൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഒരു തിരുമേനിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നെടുമങ്കാവിലെ തിരുമേനിയാണ്. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇത്തവണ പാർലമെൻറ്റിൽ മെമ്പറായി വരും. ഞാനാ പറയുന്നത്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്നെ വന്ന് കണ്ടോളൂ, MP ആയില്ലെങ്കിൽ. അപ്പോൾ എൻ്റെ മനസ്സിന് ഒരു ആത്മവിശ്വാസം പകരുന്ന ഒരു ഫോർകാസ്റ്റ് ആയിരുന്നു അത്. അതുകൂടായപ്പോൾ എൻ്റെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചു. അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിനെ ഞാൻ നേരിട്ടത്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 40,438 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഈ 35 വർഷത്തിന് ശേഷം ഇവിടെ UDFൻ്റെ MP ആകാൻ എനിക്ക് സാധിച്ചു. അതുതന്നെ ആ ഒരു എൻട്രിയോടുകൂടി പലപ്പോഴും ഞങ്ങൾക്ക് ഇല്ലാത്ത, ഞങ്ങൾ സ്വപ്നങ്ങളിൽ കണ്ടിരുന്ന ഒരു സംഭവം അന്ന് അവിടെ എൻട്രി ആയി. പിന്നെ അങ്ങോട്ടുള്ള ഒരു ജൈത്ര യാത്ര തന്നെ എന്ന് പറയാം. പിന്നെ അതിനുശേഷം സാർ ഇപ്പോൾ പറഞ്ഞു വെച്ച ആ ഒരു വർഗീയ വിഷയത്തിൻ്റെ കഴിഞ്ഞ ടേമിലാണ് തോന്നുന്നു മീഡിയാസിലെല്ലാം ഒരു കാരിക്കേച്ചർ പോലെ, ഒരു വീഡിയോ പോലെ, ഒരു സാറ് ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇന്നേത് ഭാഗത്താണ് നേതാവ് പോകുന്നത്, അപ്പോൾ തളങ്കര ഭാഗത്ത്, അപ്പോൾ ആ ഭസ്മക്കുരി ഒന്ന് മായ്ക്കുക, കയ്യിലെ നൂലെല്ലാം പൊട്ടിച്ച് കളയുക, മുണ്ടിൻ്റെ രീതി മാറ്റി കൊടുക്കുക. അപ്പോൾ
അത്രക്കും ഈ ഒരു വർഗീയത്തിനെ അത് ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്യല്ലേ സാറേ ശരിക്കും പറഞ്ഞ ഇവിടെ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് പറയാം, മാർക്സിസ്റ്റ് പാർട്ടി 1952, അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ 1964 മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതെ. 1920. 1952 ഒരു പ്രതിപക്ഷ നേതാവാകാനുള്ള അംഗബലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഭയിലില്ലെങ്കിലും ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ശ്രീ AK ഗോപാലിനെയായിരുന്നു. AK ഗോപാലൻ ഒരിക്കൽ ശ്രീ ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു അഹങ്കാരം കൊണ്ടാണ്. അഹങ്കാരം എന്ന് ഞാൻ പറയാൻ കാരണം, രാഷ്ട്രീയമായ ഒരു ശക്തി അല്ലെങ്കിൽ രാഷ്ട്രീയമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് ജവഹർലാൽ നെഹ്റുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എൻ്റെ മണ്ഡലമായ കാസർഗോഡ് ഒന്ന് മത്സരിക്കാൻ? ജവഹർലാൽ നെഹ്റു കേട്ട ഭാവം പോലും എടുത്തില്ല. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ പോലും വെല്ലുവിളിക്കാനുള്ള ഒരു ധൈര്യം AK ഗോപാലിന് കിട്ടിയത് ഇതൊരു പാർട്ടി ഗ്രാമമാണ്. ആ ഒരു ഉറപ്പിന്റെ ആ ഒരു ഉറപ്പ്. ഇവിടെ ജവഹർലാൽ നെഹ്റു അല്ല, ഇനി ആരും ഒന്ന് മത്സരിച്ചാലും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്ന് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നെഹ്റുവിനെ വെല്ലുവിളിക്കാൻ തയ്യാറായ ശ്രീ AK ഗോപാലിൻ്റെ മണ്ഡലമാണ് ഇവിടെ. കഴിഞ്ഞ 35 വർഷമായി ഇവിടെ നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ CPM. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു MP ആയതോടുകൂടി ഒരു MP ആരാണ്, എന്താണ് ഒരു MPയുടെ സാന്നിധ്യം എന്താണെന്നുള്ളത് കാസർഗോട്ടെ ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരടക്കം മനസ്സിലാക്കി. മറ്റത് നോമിനേഷൻ കൊടുക്കുക, തെരഞ്ഞെടുപ്പ് നടക്കുക, വോട്ടെണ്ണുക, വിജയം പ്രഖ്യാപിക്കുക. കഴിഞ്ഞു. ഇന്ന് വരെ കോൺഗ്രസിൽ ഈ ഇടതുപക്ഷത്തിനും MP ജനങ്ങൾ കണ്ടിട്ടില്ല. അവർക്ക് അപ്രാപ്യമായിരുന്നു MP. ഞാൻ MP ആയതോടുകൂടി ഞാനൊരു പ്രഖ്യാപനം നടത്തി, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് 5 കൊല്ലം സ്ഥിരമായി താമസിക്കും. ഞാൻ വാടക വീടെടുത്ത് സ്ഥിരമായി ഇവിടെ താമസിക്കുന്നു. ഞാൻ വേറൊരു പ്രഖ്യാപനം നടത്തി, എന്നെ സീറ്റ് തന്ന കോൺഗ്രസ് പാർട്ടിയാണ്, എന്നെ ജയിപ്പിച്ച UDF ആണ്. പക്ഷേ ഞാൻ കാസർഗോട്ടെ മുഴുവൻ ആളുകളുടെ MP ആയി പ്രവർത്തിക്കും. എന്നെ വിജയിപ്പിച്ചവരെ പോലെ തന്നെ എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരിലും അവർക്കും എന്നിലൊരു അവകാശമുണ്ട്. ആ അവകാശം ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് കാസർഗോട്ടെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും എപ്പോൾ വേണേലും എന്നെ വിളിക്കാം, കാണാം. ഇടനിലക്കാർ വേണ്ട, ശുപാർശ കത്ത് വേണ്ട, മധ്യസ്ഥന്മാർ വേണ്ട. നിങ്ങളൊരു കോൾ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും. ഒരു മിസ്ഡ് കാൾ, ഇന്ന് വരെ ഒരു കോള് മിസ്ഡ് കാൾ അടിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിക്കാത്തൊരു സംഭവമില്ല. ആർക്കും എന്നെ വിളിക്കാം, ആർക്കും കാണാം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു MP അവരോരോരുത്തരും MP ആയി മാറി ജനങ്ങളിലേക്ക് ഇറങ്ങി. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞില്ല. അവർ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എൻ്റെ കുറിയെക്കുറിച്ച് ചർച്ച ചെയ്തു. അതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണ്, വ്യക്തിപരമായ കാര്യമാണ്. അതൊന്നും ഒരു ചർച്ചയ്ക്ക്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കുറി മായ്ച്ചപ്പോൾ എന്നോട് കുറി മായ്ക്കരുത് അല്ലെങ്കിൽ കുറി ഇടണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയാം, മുസ്ലിം ലീഗ് ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കല്ലട്ട മായി ഹാജി എന്നെ വെല്ലുവിളിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രാം തീയതി കുറി ഇട്ടിരിക്കണം. എവര് പ്രചരിപ്പിക്കുന്നത് ഒരു ധൈര്യം, ഒരു സഹോദരനെ പോലെ. അതല്ല, കുറി ഇട്ടാൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലോ ചിന്താഗതിയിലോ മാറ്റം വരുമെന്നുള്ള മൗഢ്യമൊന്നും ലീഗിനില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്നെ ഐഡന്റിഫൈ ചെയ്ത് കാണുന്ന ഈ കുറി ഇട്ടിട്ടാണ്. പിന്നെ ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്കും BJPക്കാർക്കും വിവരം ഇല്ലാത്തതുകൊണ്ടാണ്. കറുത്ത കുറി ഒരിക്കലും ഇടുന്നവർ BJPക്കാരല്ല. BJPക്കാർ ചുവന്ന കുറിയാണ് ഇടുന്നത്. അവരുടെ കുറി കണ്ടിട്ടില്ലേ? ഈ കറുത്ത കുറി എന്ന് പറയുന്നത് ഗണപതിയുടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന്റെ പ്രസാദമായിരുന്നു. ഞാൻ 4-5 മീറ്റിങ്ങിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇത് മൊത്തം ഉടുപ്പിനകത്ത് ഒലിച്ചിറങ്ങി. അവസാനം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് എവിടെയാന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ അമ്മയുടെ ചാന്താട്ടത്തിന്റെ പുസ്തകം. അത് കറുകറുകാന്നിരിക്കും. അത് ഇട്ട് കഴിഞ്ഞാൽ രാത്രി വന്ന് ബ്ലേഡ് കൊണ്ട് ചുരുട്ടി കളഞ്ഞാൽ പോവില്ല, അത്ര കട്ടി. അത് തേക്കിന്റെ പൗഡർ നെയ്ക്കകത്ത് പാവ് കാച്ചി ഒരു അർദ്ധരാത്രി 12 മണിക്ക് കൊടുങ്ങല്ലൂർ അമ്മയെ ഇതിൽ കുളിപ്പിക്കുന്ന, അതാണ് ചാന്താട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഈ BJPയേക്കാൾ വർഗീയത ഇവിടെ നമ്മുടെ നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്. BJPക്ക് അവര് ഹിന്ദു രാഷ്ട്രവാദികളാണ്, അവര് മഹാത്മാഗാന്ധി, അവര് ഒറ്റയ്ക്കാ പറയുന്നത് ഞങ്ങളാണ് രാഷ്ട്രപിതാവിനെ കൊന്നത്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി മഹാത്മാഗാന്ധി ഞങ്ങൾ അംഗീകരിക്കില്ല, ഇത് ഹിന്ദു രാഷ്ട്രമാക്കണം, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും രണ്ടാന്തരം പൗരന്മാരാക്കണം, പൗരത്വ നിയമം ഭേദഗതി ചെയ്യണം, ഏകീകൃതമായി സിവിൽ കോഡ് കൊണ്ടുവരണം. അവർ പച്ച വർഗീയതയാണ് പറയുന്നത്. അവരുടെ ലൈൻ അതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇസ്ലാമിക രാജ്യമായി പാകിസ്ഥാൻ വന്ന അന്ന് തൊട്ട് അവർ വാദിക്കുന്നതാണ് ഇത് ഹിന്ദു രാഷ്ട്രമാക്കണം.
2025 RSSന്റെ പ്രഖ്യാപനം 100 കൊല്ലം കൊണ്ട് ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കും. 2025 ആ 100 കൊല്ലമായി. അതിലേക്ക് പോകാനുള്ള നടപടികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൗരത്വ നിയമം ഭേദഗതി തരത്തിലും കാശ്മീരിന്റെ 370 എടുത്തു കളഞ്ഞു, 35 എടുത്തു കളഞ്ഞു. അതുപോലെ മുത്തലാഖ് അതിൽ ക്രിമിനലൈസേഷൻ കൊണ്ടുവന്നു. മാത്രമല്ല നമുക്കറിയാമല്ലോ, ഏകീകൃതമായ സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു. വഖഫ് നിയമം അവർ ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള പ്രയാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ വർഗീയതക്കെതിരാന്ന് പറഞ്ഞിട്ട് താങ്കൾ ഈ പറഞ്ഞ 2025 ഞാൻ മത്സരിക്കുന്നത്, അവരൊരു വീഡിയോ ഇറക്കി. ഈ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് 2024 എന്താണ് അന്ന് സോഷ്യൽ മീഡിയക്ക് വേണ്ടി അവർ ടീമിനെ തന്നെ ഉണ്ടാക്കി. അപ്പൊ എന്നെ പോലൊരാള് കുറിയൊക്കെ ഇട്ട് രാവിലെ തെരഞ്ഞെടുപ്പ് പറയാൻ ആരംഭിക്കുകയാണ്. അപ്പോ പെട്ടെന്ന് ഒരാൾ വന്ന് ചോദിക്കുന്നു, ഇന്നെങ്ങോട്ടാ സ്ഥാനാർത്ഥി? ഒന്ന് വേർത്തം പറയുന്നു, തളങ്കരയിലേക്കാണ്. ഉടൻ തന്നെ ഒരുത്തം വന്ന് എൻ്റെ കയ്യിൽ ചരട് പൊട്ടിക്കുന്നു, കത്രി കൊണ്ട് പൊട്ടിക്കുന്നു. ഒരുത്തനൊരു വന്ന് ഉടനെ പുട്ട് മായിച്ചു കളയുന്നു. നിന്ന നിപ്പിലൊരുത്തം വന്ന് എൻ്റെ മുണ്ടഴിച്ച് ഇടത്തുവശത്തേട്ട് ഉടിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഞാനൊരു മുസ്ലിം തീവ്രവാദിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കോലം കെട്ടിയെടുക്കാൻ വേണ്ടി. പിന്നെ അപ്പോൾ കയ്യിലെ ചരട് മുറിച്ച് കളഞ്ഞു, പൊട്ടുമായിച്ചു കളഞ്ഞു, മുണ്ടഴിച്ചു. സൗകര്യം കിട്ടിയിരുന്ന എന്നെ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഇന്ത്യയിൽ ഈ സാധനം ഇവിടെ മാത്രമേ ഉള്ളൂ. കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ പാർട്ടി ഇവരാണ്. മറ്റവര് പച്ച വർഗീയം പറയുന്നു, ഇവരെ മതേതരത്വം പറയുകയും ചെയ്യും. ഇവരുടെ ജോലി തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയെ, ഇവര് 5 കൊല്ലം കേരളം ഭരിച്ചല്ലോ, അല്ലെങ്കിൽ 7 കൊല്ലം ഇവരെന്തുകൊണ്ട് ഇവരുടെ വികസന കാര്യങ്ങൾ പറയാതെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പൊട്ടും രാജ്മോഹൻ ഉണ്ണിത്താന്റെ കയ്യിലെ ചരടും മുണ്ടും ഇതൊക്കെയാണോ ഇവരുടെ വിഷയം? BJP എതിർക്കുന്ന BJP ഇത് വ്യക്തിപരമായി എന്നെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ എന്തെല്ലാം കെട്ടുകഥകൾ ഉണ്ടാക്കാവോ അതൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് എന്തു പറ്റി? കാസർഗോഡ് അസംബ്ലി മണ്ഡലം 5ഉം ഞാൻ ലീഡ് ചെയ്തു. 26,000 വോട്ടിന് കഴിഞ്ഞ തവണ പുറകെ പോയി പയ്യന്നൂർ, ഇത് 12,000 കഴിഞ്ഞ തവണ 13,000 പുറകെ പോയി ഞാൻ കല്യാശ്ശേരി. പാർട്ടി ഗ്രാമങ്ങൾ കയ്യൂര്, കരുവള്ളൂര്, കാവുമ്പായ, അതുപോലെ മുനയംകുന്ന്, രാവണീശ്വരം, മനസ്സിലായോ, മടിക്കൈ, ഈ പ്രദേശങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു അട്ടിമറി. അപ്പൊ പയ്യന്നൂരും കല്യാശ്ശേരിയിലും അവരുടെ ഭൂരിപക്ഷം അട്ടിമറിച്ചു. 13,000 1,050 കുറച്ച് ഞാൻ, 26,000 12,000 കുറച്ച് ഞാൻ, എൻ്റെ മണ്ഡലങ്ങളിലെല്ലാം ഞാൻ ഭൂരിപക്ഷം ഉണ്ടാക്കി. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നെ സ്നേഹിക്കുന്നത് കോൺഗ്രസും ലീഗും UDF മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ പോലും എന്നെ സ്നേഹിക്കും, കൂടെ ഉണ്ട്, അവരോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഞാൻ എൻ്റെ ഫണ്ട് മുഴുവൻ ഉപയോഗിച്ചത്. ഏത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കും. കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, വരുന്നവരോട് ഞാൻ രാഷ്ട്രീയം ചോദിക്കാറില്ല. നിങ്ങൾ ഏത് പാർട്ടിക്കാരനാണ്, നിങ്ങൾ ആര് വന്ന് എന്നോട് എന്താവശ്യപ്പെടുന്നു, എൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട്, എൻ്റെ MP ഫണ്ടിൻ്റെ പരിമിതമായ സാമ്പത്തിക ബാധ്യത നിന്നുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. അപ്പം അതുകൊണ്ട് ഇന്ന് എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. ഇവിടുത്തെ UDF മാത്രമല്ല, LDFും എന്നോടൊപ്പമാണ്, BJPയും എന്നോടൊപ്പം ഉണ്ട്. കാര്യം BJPക്കാർക്ക് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, അതുപോലെ തന്നെ ബസ്തികളുണ്ട്, മനസ്സിലായോ? ഇവിടെ ഞാൻ പങ്കെടുക്കാത്ത ഹൈന്ദവ ആചാരപ്പെട്ട് വയനാട് കൂടെ വന്നാൽ ഞാൻ അവിടെ പോവും, ഒറ്റക്കോലം തെയ്യം വന്നാൽ പോവും. ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ എല്ലാ സ്ഥലത്തും എൻ്റെ സാന്നിധ്യമുണ്ട്. സാംസ്കാരിക സമ്മേളനത്തിന് എന്നെ വിളിക്കും. ഞാൻ ഒരു രാഷ്ട്രീയവും പറയാറില്ല. ഈ സംസ്കാരത്തെക്കുറിച്ചും ഓരോ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഓരോ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അവർ പോലും കെട്ടിപ്പോകും. ഇങ്ങനെയാണോ ഇതിൻ്റെ റിയാലിറ്റി? അവർക്കൊന്നും ഇത് അറിയാത്ത കാര്യങ്ങൾ എങ്ങനെ എനിക്ക് കിട്ടി? അപ്പോൾ ഹൈന്ദവരുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ഈശ്വര വിശ്വാസികളാണ്, അതേസമയം നേതാക്കന്മാർ മൊത്തം കപട വിശ്വാസികളാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ രൂഢമൂലമായ ഈശ്വര വിശ്വാസമുണ്ട്. അവരുടെ ഒരു പ്രതീതിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നെ കാണുന്നത്. ഇയാൾ നമ്മുടെ ആളാണ്, ഇയാൾ ഈശ്വര വിശ്വാസിയാണ്. അത് ഉത്തര മലബാറിലെ ജനങ്ങളെപ്പോലെ ഇത്രയും വിശ്വാസികൾ ഒരു നാടിയം കണ്ടിട്ടില്ല. അത് ഇസ്ലാമാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, എല്ലാ മതത്തിലും രൂക്ഷമായ ആചാരങ്ങളും. ഇപ്പോൾ നോമ്പ് തുടങ്ങി, നിങ്ങൾ കണ്ടോ, 1 മാസം എത്ര തീവ്രമായ വ്രതത്തിലാണ്. അവരുടെ റഹ്മ, മഗ്ഫിറ, നിജാത്ത്
ഈ 30 ദിവസം വെച്ച് 30 ദിവസം എന്തോരം വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകളല്ലേ ഇത്? ഖുർആൻ അവതരിച്ച മാസമല്ലേ? മറ്റേ യുദ്ധത്തിന്റെ മാസമല്ലേ ഇത്? ബദർ യുദ്ധത്തിന്റെ. ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ അന്തി ഉറങ്ങുന്ന 6666 ആയത്തുള്ള ഖുർആൻ, ആ ഖുർആൻ അനുശാസിക്കുന്ന പോലെ ജീവിക്കുന്ന ഒരു സമൂഹമുള്ള നാടാ കാസർഗോഡ്. ഹൈന്ദവ ആചാരത്തിൽ ഇവിടുന്ന് ചെരിപ്പിടാതാണ് ആളുകൾ ശബരിമല പോകുന്നത്. അതിന് നോക്കണം, ഘോരമായ വ്രതം അതെടുത്തിട്ടാണ് പോകുന്നത് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികളും. അപ്പം ഹിന്ദു, ക്രൈസ്തവ, മുസ്ലിം ഈ 3 വിഭാഗവും അവർ രാജ്മോഹൻ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെപ്പോലെ ഒരു മതേതര വിശ്വാസി അവർ കണ്ടിട്ടില്ല, ഒരു ഈശ്വര വിശ്വാസി കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് 40,438 1,649 ആയത്. എന്നെ തകർക്കാൻ എല്ലാ ഹീനമായ മാർഗങ്ങളും ഉപയോഗിച്ചു. അതിലൊന്നും തകരുന്ന ഒരാളല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് ഞാനല്ല പറഞ്ഞത്, ഇവിടുത്തെ ജനങ്ങൾ, കാസർകോട്ടെ ജനം. അതായത് അതൊരു സൂചനയാണ്, ഉണ്ണിത്താൻ സാറിനെ ഞങ്ങൾക്ക് വേണം എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. തീർച്ചയായിട്ടും നേരെ ഇരട്ടിയാക്കി തന്നു. മാത്രമല്ല, ഞങ്ങളെ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജാഥ തുടങ്ങാൻ പറ്റുന്ന ഒരു ജില്ലയാണ് ഇവിടുന്ന്. അതിനുശേഷമാണ് ഞങ്ങൾക്കൊരു ഫിഗർ ചാനലിൽ പോകുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ കൊടുക്കുമ്പോൾ കാസർഗോഡിൻ്റെ MP. ഞങ്ങൾ ഇങ്ങനെ ഒരു ജില്ലക്കാർ ഇവിടെ ഉണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങളെ കുറച്ചും കൂടി പ്ലേസ് ചെയ്തത്, അഡ്രസ്സ് ചെയ്തത് ബഹുമാനപ്പെട്ട ഉണ്ണിത്താൻ സാർ വന്നതിന് ശേഷമാണ്. എല്ലാ തരത്തിലും, എല്ലാ മേഖലകളിലും. അത് അങ്ങനെ തന്നെ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഭരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ഉത്തര മലബാറുകാരാണ്. എടുത്തോ, 1957 വേണ്ട, 57 എടുക്കാം. 57 ഒന്നാമത്തെ EMS ഗവൺമെന്റ്. EMS എവിടെയാണ് മത്സരിച്ചത്? മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്ത് ഏലംകുളം മനയ്ക്കകത്ത് ജനിച്ച EMS നീലേശ്വരത്ത് നിന്ന് MLA ആയത്. നീലേശ്വരം അന്ന് അവിഭക്ത കണ്ണൂരിൻ്റെ ഭാഗമാണ്. ആ നീലേശ്വരത്ത് MLA ആയിരുന്നു ഒന്നാമത്തെ മുഖ്യമന്ത്രി. രണ്ടാമത്തെ മുഖ്യമന്ത്രി 60 ആരാണ് മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. അന്ന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ശങ്കർ സാർ ജനിച്ച ഇവിടെ കൊല്ലം ജില്ലയിൽ പുത്തൂര്. മത്സരിച്ച എവിടെയാ? കണ്ണൂർ ടൗണിൽ. പട്ടം താണുപിള്ളയെ പഞ്ചാബിലെ ഗവർണറാക്കിയപ്പോൾ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ R ശങ്കർ മുഖ്യമന്ത്രിയായി. അപ്പോൾ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാ? ഉത്തര മലബാറുകാരൻ, കണ്ണൂർ MLA. ആദ്യത്തെ നീലേശ്വരത്തെ MLA. പിന്നെ അങ്ങോട്ട് എടുത്തു നോക്ക്, EMS വീണ്ടും വന്നു, അദ്ദേഹം എടുത്തുകാരുണ്ട്. അത് കഴിഞ്ഞ് വന്ന മുഖ്യമന്ത്രിമാരെടുത്ത് നോക്ക്, ആരൊക്കെയാണ്? കണ്ണൂത്ത് കരുണാകരൻ, K കരുണാകരൻ, അദ്ദേഹം ചിറക്കൽ, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്, കണ്ണൂരാണ്. കാസർഗോഡ് മണ്ഡലമാണ് ചിറക്കൽ. പിന്നെ അത് കഴിഞ്ഞ് വന്ന ആരാണ്? പിണറായി വിജയൻ വന്നില്ലേ? നയനാർ വന്നില്ല. നയനാർ എവിടെയാണ്? അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ 2 or 3 ആൾ കഴിച്ചു, ബാക്കി മുഴുവൻ ഉത്തര മലബാറിൽ നിന്നാണ്. EMS, അതുപോലെ R ശങ്കർ, അത് കഴിഞ്ഞ് കരുണാകരൻ, അത് കഴിഞ്ഞ് നയനാർ, പിണറായി വിജയൻ 2 ഒഴിവായി. പക്ഷെ ഇത്രയും പേര് ഉത്തര മലബാറിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ട് എന്ത് വികസനം അവിടെ ഉണ്ടായിട്ടുള്ളത്? അതാണ് അഡ്രസ് ചെയ്യുന്നത് സർ. ഞങ്ങളെ അടിസ്ഥാനമായിട്ട് പോയി സർ. ഞങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖല, ആതുര ശുശ്രൂഷ മേഖല, സ്പോർട്സ്, ഒരു നല്ലൊരു അക്കാഡമി ഉണ്ടോ സർ? ഇപ്പോൾ ഈ വർഷം, ഇപ്പോൾ ഈ ഒരു അഡ്മിഷൻ പീരീഡ് കഴിയാറായി, ഈ ഇയർ കഴിഞ്ഞു. സയൻസിന് എത്രയോ ഹയർ സെക്കൻഡറി സ്കൂൾ സയൻസ് ഇറങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ കൊമേഴ്സ് ഇറങ്ങുന്നുണ്ട്, ഹ്യൂമാനിറ്റീസ് ഇറങ്ങുന്നുണ്ട്. ഇത്രയും കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജുകൾ, അല്ലെങ്കിൽ സ്പോർട്സ് അക്കാഡമീസ് മാംഗ്ലൂറും ബാംഗ്ലൂറും പോകേണ്ട കാര്യം. അതേപോലെ ഉണ്ണിത്താൻ സാറിൻ്റെ സജീവമായ ആ ഒരു ഇടപെടലുണ്ടായിരുന്ന കോവിഡിൻ്റെ സമയത്ത് ഹോസ്പിറ്റലിൻ്റെ കേസ്. ഇത് എന്താണ് സർ? ശരിക്കും പറഞ്ഞ് ഞങ്ങളെ അവകാശ നിഷേധമാണോ സോർ? എന്താണ് നമ്മൾ കാസർഗോഡ്? 2 കാര്യങ്ങൾ അതിനകത്ത് ഞാൻ പറയാം. ഈ ആതുര സേവന രംഗവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗവും തലപ്പാടിക്കപ്പുറത്തോട്ട് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും അതുപോലെ തന്നെ വ്യാവസായികൾക്കടുത്തും ബിസിനസ് ലോബിക്കകത്തും ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പറയാതെ പറയുന്നു. ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വരാൻ പാടില്ല. ഈ മംഗലാപുരത്ത്, മണിപ്പാൽ എല്ലാം നിങ്ങൾ എടുത്തു നോക്കിക്കോ. അവിടെ ഇന്ന് ആശുപത്രികൾ നടത്തുന്നവര്, കോളേജ് നടത്തുന്ന മുഴുവൻ ആൾക്കാരും ഈ കാസർഗോട്ടുകാരാ. എന്തുകൊണ്ട് അവർ കാസർഗോട്ട് ഇടുന്നില്ല? അപ്പൊ ഇത് കച്ചവട മനോഭാവമാണ്. ഒരു സ്ഥാപനവും കാസർഗോട്ട് വരാൻ ആരും സമ്മതിക്കത്തില്ല. നമുക്ക്
കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ ആതുര സേവന രംഗത്തെക്കുറിച്ച് പറയാം. ആതുര സേവന രംഗത്ത് ഈ കാസർഗോഡിൻ്റെ പിന്നോക്കാവസ്ഥ മുഴുവൻ പരിഗണിക്കാനാണ് ശ്രീ രമേശ് ചെന്നിത്തല KPC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പദയാത്ര നടത്തി. അന്ന് കാസർഗോഡ് നിന്ന് കിട്ടിയ നിവേദനം എല്ലാം കൂടെ അദ്ദേഹം ഒരു ഫയലാക്കി ആ ഫയല് ശ്രീ ഉമ്മൻചാണ്ടി കൊടുത്തു. ആ ഉമ്മൻചാണ്ടി ആ ഫയല് പഠിച്ചിട്ട് കാസർഗോഡിൻ്റെ പിന്നോക്കാവസ്ഥ മാറ്റാനായിട്ടാണ് പ്രഭാകരൻ കമ്മീഷനെ വെച്ചത്, ഏകാംഗ കമ്മീഷൻ. അതെ. ആ പ്രഭാകരൻ കമ്മീഷന്റെ കണ്ടെത്തൽ എന്താണ്? കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും പിന്നോക്കമാണ് കാസർഗോഡ്. കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥ മാറണമെങ്കിൽ 11,168.66 കോടി രൂപ ചെലവാക്കണം. ആരൊക്കെയാ? കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഏജൻസി, സംസ്ഥാന ഏജൻസി, CSR ഫണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, ഇതെല്ലാം കൂടെ ചെലവാക്കിയെങ്കിലേ കാസർഗോഡിന് ഒരു ഉയർച്ച ഉണ്ടാവും. നമ്പർ 1, ആരോഗ്യ മേഖലയെക്കുറിച്ച് അടിവരയിട്ട് പറഞ്ഞു. 2,688.66 കോടി രൂപ ആതുര മേഖലയ്ക്ക് മാത്രം ചെലവാക്കണം. ഇവിടെ നമ്മൾ കാസർഗോഡ് എടുത്തത്, ഇവിടെ ഒരുപാട് പ്രൈമറി സെൻറ്റേഴ്സ് ഉണ്ട്. അത് പ്രൊമോട്ട് ചെയ്ത് ഫാമിലി ഹെൽത്ത് സെൻ്റർ ആക്കി. അപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ട്, കുറേ എണ്ണം പ്രൊമോട്ട് ചെയ്ത് ഫാമിലി ഹെൽത്ത് സെൻ്റർ ആക്കി. സകല സ്ഥലത്തും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, താലൂക്ക് ആശുപത്രിയുണ്ട്, ജനറൽ ആശുപത്രിയുണ്ട്, ഡിസ്ട്രിക്ട് ആശുപത്രിയുണ്ട്. ഉക്കിനടുക്കയിൽ പേരിന് ഒരു മെഡിക്കൽ കോളേജ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയ മെഡിക്കൽ കോളേജ് കേരളം മൊത്തം, ഒരു ജില്ലയ്ക്ക് ഒരു കോളേജ്, എല്ലാം തീർന്നു. പക്ഷേ 2014 ആരംഭിച്ച ആ കോളേജ് ഇന്നും അതിൻ്റെ ശൈശവാവസ്ഥയിൽ, ബാല്യാവസ്ഥ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് മാത്രമേ തീർന്നിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു ആശുപത്രിയിലും ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ സർജറി ഉണ്ട്, പക്ഷെ സർജറി നടക്കുന്നില്ല. എന്താ കാര്യം? അനസ്തേഷ്യയില്ല. അനസ്തേഷ്യയില്ലാതെ എങ്ങനെ സർജറി നടക്കുന്നത്? ഈ അടുത്ത കാലത്ത് കാസർഗോഡ് നടന്ന അപകടങ്ങൾ ശ്രദ്ധിച്ചു. എല്ലാവരും മരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ഒരു പട്ടാളക്കാരൻ ചട്ടഞ്ചാലിൽ വണ്ടി ഇടിച്ചു. പട്ടാളക്കാരനായിട്ട് ബാംഗ്ലൂർ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ക്ലിനിക്കൽ ഡെത്ത് കിടന്നു. അയാളുടെ 6 അവയവങ്ങൾ അയാൾ ദാനം ചെയ്തു. അയാൾ പിന്നെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ തൊട്ടുപുറയിലാണ്. ഞാൻ ക്ലബിൽ ബോഡി കൊണ്ടുവന്നപ്പോഴും വീട്ടിൽ ഞാൻ പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് അപകടം നടന്നാൽ ആളുകൾ മരിക്കുന്നത്? ഒരു ട്രോമ കെയർ സെൻ്റർ ഇല്ല, അപ്പോൾ സർജറി ഇല്ല. ഏത് ആശുപത്രിയിൽ നിങ്ങൾ പോയി പരിശോധിച്ചോ, ഒരു രോഗമായി ചെന്നാൽ അവർ പരിശോധിച്ചിട്ട് പറയും നിങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. ഇവിടെ അതില്ല. ഞങ്ങളെടുത്തതിനുള്ള അതുകൊണ്ട് നിങ്ങളെ എങ്ങോട്ട് റെഫർ ചെയ്യണം? എവിടെ റെഫർ ചെയ്യണം? കണ്ണൂർ വേണോ, കോഴിക്കോട്ട് വേണോ, പരിയാരത്തേക്ക് വേണോ, അതോ മംഗലാപുരം? ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് യാത്രാ സൗകര്യം പരിഗണിച്ച് അവർ പറയും മംഗലാപുരത്തേക്ക് വഴി, കണ്ണൂർ വേണ്ട, കോഴിക്കോട്ട് വേണ്ട, പരിയാരം. അപ്പോൾ എന്താ സംഭവം? എല്ലാം റെഫറൽ ആശുപത്രികളാണ്. അപ്പോൾ ഇവിടെ റെഫർ ചെയ്യുമ്പോൾ എന്താണ്? ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് റെഫർ ചെയ്യുമ്പോൾ ഏത് ആശുപത്രിയിലാണ് പോകുന്നത്? അത് ഇവിടെ എവിടെയായിട്ട് ചില സംവിധാനങ്ങളുണ്ട്. അതായത് നെക്സസ് അന്തർധാര. ഈ കോവിഡ് മഹാമാരി വന്നപ്പോൾ ഒറ്റ ആൾ പോലും 1ഉം 2ഉം വ്യാപന കാലത്ത് മരിക്കാത്തൊരു ജില്ലയാണ് കാസർഗോഡ്. എന്താ മരിക്കാഞ്ഞ്? ഇവിടെ കോവിഡ് മഹാമാരി കൊണ്ട് ആരും മരിച്ചില്ല, പക്ഷെ 19 പേർ മരിച്ചു. 2 ഗർഭിണികൾ ആംബുലൻസിൽ കിടന്ന് പ്രസവിച്ചു. എന്താ കാര്യം? 1897 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോഴാണ് പകർച്ചവ്യാധികൾ തടയാൻ ഒരു നിയമം കൊണ്ടുവന്നു, ഒരു എപ്പിഡമിക് ആക്ട്. പിന്നെ ഒരു നിയമം വന്നില്ല. ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന എപ്പിഡമിക് ആക്ടിൻ്റെ ചുവട് പിടിച്ചൊരു ഓർഡിനൻസ് കൊണ്ടുവന്നു. എന്താ ഫലം? ലോക്ക്ഡൗൺ, ഡബിൾ ലോക്ക്, ട്രിപ്പിൾ ലോക്ക്, ലോക്ക്ഡൗൺ. എന്നിട്ട് എല്ലാ ജില്ലകളുടെ അതിർത്തികൾ അടച്ചു. കാസർഗോഡ് നിന്ന് തലപ്പാടിയിൽ നിന്ന് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല, കാസർഗോഡ് നിന്ന് കണ്ണൂർ പോകാൻ പറ്റില്ല, കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ട് പോകാൻ പറ്റില്ല, വയനാട്ടുകാർക്ക് കോഴിക്കോട്ട്, എല്ലാ ജില്ലാ അതിർത്തി അടച്ചു. തുടർ ചികിത്സയ്ക്ക് മംഗലാപുരത്ത് പോകാൻ കഴിയാതെ വന്നപ്പോൾ 19 ആളുകൾ മരിച്ചു കോവിഡ് കാലത്ത്. കോവിഡ് വന്നല്ല മരിച്ചത്, തുടർ ചികിത്സ കിട്ടാൻ. 2 ഗർഭിണികൾ മംഗലാപുരത്ത് നിന്ന് പോകാൻ പോയി, അവർ ആംബുലൻസിൽ കിടന്ന് പ്രസവിച്ചു. 6727 എൻഡോസൾഫാന്റെ വിക്ടിമുണ്ട്. അവരുടെ മുഴുവൻ ചികിത്സയും മംഗലാപുരത്താണ്. അവർക്ക് വാഹനം ഏർപ്പാട് ചെയ്ത് കൊടുക്കണം, അവർക്ക് ചികിത്സയുടെ പണം കൊടുക്കണം, ആഹാരത്തിന് പണം കൊടുക്കണം. ഇവിടെ എൻഡോസൾഫാന്റെ സെല്ലുണ്ട്, അത് കൂടുന്ന പോലുമില്ല. എൻഡോസൾഫാന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ ഞാൻ MP ആകുന്നതിന് മുമ്പ് ശ്രീ P. കരുണാകരൻ MP, ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ സകല രാഷ്ട്രീയ പാർട്ടികളെയും P. കരുണാകരൻ വിളിച്ചു. ഒരു സർവകക്ഷി യോഗം പോയി ഉമ്മൻചാണ്ടിയെ കണ്ടു. MLA-മാരെ മുഴുവൻ കൊണ്ടുപോയി. എന്തിനാണ്? ഈ കോളേജ് എയിംസ്, കേന്ദ്രം അനുവദിക്കുന്ന എയിംസ് ഇവിടെ വേണം. എയിംസ്. ഞാൻ MP ആയതോടുകൂടി ഞാൻ MLA-മാരെ മൊത്തം വിളിച്ചു. MLA-മാർ ആരും വരുന്നില്ല. ഞാൻ മന്ത്രി ചന്ദ്രശേഖരനുമായിട്ട് സംസാരിച്ചു. അന്ന് അദ്ദേഹം മന്ത്രിയാണ്.
അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അതിനകത്ത് MP എന്ന നിലയ്ക്ക് അത് MLA-മാർ, പിന്നെ അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അത് കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, അത് കഴിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ, ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യാം. ഒരൊറ്റയാൾ അതുമായി സഹകരിച്ചില്ല. അപ്പൊ എന്താ കാര്യം? താല്പര്യമില്ലെന്നല്ല, രാജാവിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് പോയത്. ഇപ്പൊ പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഈ ആശുപത്രി, ഈ എയിംസ് കോഴിക്കോട്ട് കിനാലൂരിൽ വേണമെന്ന് പറഞ്ഞു. കോഴിക്കോട്ട് പരമ്പരാഗതമായ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ഏറ്റവും പാരമ്പര്യമുള്ള മെഡിക്കൽ കോളേജ് നമ്പർ 1. മൈത്രയുണ്ട്, മിംസ് ഉണ്ട്, എത്ര രാഘവ MBR-ന്റെ പേരിലൊരു ക്യാൻസർ ആശുപത്രി, എത്ര 7ഓളം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും. എന്നിട്ട് ഈ പിണറായി വിജയൻ ഇത് കിനാലൂരിൽ വേണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണ്? ഇപ്പൊ കേന്ദ്രം ചോദിച്ചു, നിങ്ങൾ എന്തായി ഒരു ജില്ല പറയുന്നത്? ഞാൻ അന്ന് തൊട്ട് വാദിക്കുന്നു, പക്ഷേ എന്നെ സഹായിക്കാൻ ആരുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല. പാവപ്പെട്ട കുറെ കാസർഗോട്ടുകാരല്ലാതെ ഇതിനകത്ത് സ്വാധീനം ചെലുത്താൻ പറ്റിയ ആരുമില്ല. അവരെന്താ പറയുന്നത്? മുഖ്യമന്ത്രി അവിടെ പറയുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കുക, P. കരുണാകരൻ ജീവിച്ചിരിപ്പില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് 2 MLA-മാരില്ലേ? എന്തേ മിണ്ടാത്തെ? നമുക്ക് പോവാം. ഞാനും മുഖ്യമന്ത്രിയായിട്ട് MP-മാരുടെ യോഗം വിളിക്കുമ്പോൾ സ്ഥിരം ഫൈറ്റാണ്. കഴിഞ്ഞ ഒരു യോഗത്തിന് വെച്ച് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർത്തു. ഞാൻ പറഞ്ഞു, മരിക്കുന്നവരെ എന്നെ MP ആക്കി കാസർഗോട്ടുകാരാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി നിൽക്കും. ഈ എയിംസ് എൻ്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ കോഴിക്കോട്ട് തരാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനിവിടെ MP ആയ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പ്രതിപക്ഷത്താണ്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി 2019-ലും 24-ലും 19 രാഹുൽ ഗാന്ധി ആകുമെന്ന് വിചാരിച്ചു ആയില്ല, ഇപ്പോഴാകുമെന്ന് വിചാരിച്ചു ആയില്ല. അപ്പൊ ഒരു പ്രതിപക്ഷ MP കേരളം ഭരിക്കുന്നതാ. ഞാൻ MP ആയ അന്നോട്ട് പിണറായി വിജയൻ ഇപ്പോഴും. അപ്പോ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും എന്നെ ഒരു പ്രതിപക്ഷ ആളായിട്ട് കാണുന്നു. രണ്ടുപേരുടെയും ജോലി കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാനാണ് അവിടെ നരേന്ദ്രമോദി ശ്രമിക്കുന്നത്, പിണറായി വിജയൻ ശ്രമിക്കുന്ന അന്ധമായ കോൺഗ്രസ് വിരോധം. ഫലം എന്താ? BJP-യുടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്കാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ചെന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന MP എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ ഒരു പൗരുഷമുള്ള MP ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ അവസാന ശ്വാസം വരെ ശ്രമിക്കുന്നു. ഈ 6727 എൻഡോസൾഫാന്റെ വിക്ടിംസിനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ എന്താ വേണ്ടുന്നേ? ഈ ആക്ഷേപങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള പഠനങ്ങളും സർവേകളും നടക്കണം. അത് നടത്താൻ കഴിവുള്ള ഏക സ്ഥാപനം എയിംസ് ആണ്. അപ്പോ അന്താരാഷ്ട്ര തലത്തിലുള്ള ഗവേഷണങ്ങൾ, പഠനങ്ങൾ, അതോടൊപ്പം ചികിത്സ, അതിന് ഏക സ്ഥാപനം. ഇത് ഇവിടെ കാസർഗോഡ് വന്നാൽ ദക്ഷിണ കന്നഡ, മനസ്സിലായി, ഉടുപ്പി തൊട്ട് ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകൾക്കും പ്രയോജനം ചെയ്യും. വയനാട്, ഇത് കോഴിക്കോട്ട് കിട്ടിയിട്ട് എന്ത് കാര്യം? അതായത് ശരിക്കും പറഞ്ഞാൽ സാർ, ഞങ്ങൾ മണ്ടന്മാരാണ്, ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല സാർ. എന്തുകൊണ്ട് എയിംസ് ഞങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല, ശരിക്കും ഇതാണ് റിയാലിറ്റി. ഒരു പക്ഷേ ബഹുമാനപ്പെട്ട MP-യുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ കാസർഗോഡിന് എയിംസ് കിട്ടിയേനല്ലേ സാർ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാസർഗോഡിന്റെ MP-ക്ക് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാവോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ പവർഫുൾ ആണെന്നല്ലേ പറയുന്നത്. എന്നിട്ട് എന്തേ എയിംസ് കോഴിക്കോട്ട് കൊടുക്കാത്ത? ഞാൻ ആദ്യശക്തമായി ഞാൻ രാഷ്ട്രപതിയെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ടു, ആരോഗ്യമന്ത്രിയെ കണ്ടു, മന്ത്രിമാരൊക്കെ മാറി മാറി വന്നല്ലോ. കഴിഞ്ഞ തവണത്തെ ആരോഗ്യമന്ത്രി കണ്ടു, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയെ കണ്ടു. ഇപ്പൊ ആരോഗ്യമന്ത്രി നഡ്ഡയാണ്, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹമല്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാം ആരോഗ്യമന്ത്രിയെ കണ്ടു, രാഷ്ട്രപതിയെ കണ്ടു. ഞാനിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ കുറെ സോഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ട്. അവർ എയിംസ് എന്ന് പറഞ്ഞ് എൻ്റെ കൂടൊപ്പം നിൽക്കുന്നുണ്ട്, ഞാൻ അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ പരസ്പര പൂരകമാണ്. പാവത്തുങ്ങൾ എന്നെ വിളിക്കും, ഞാൻ അവിടെ പോവും, ഞാൻ വിളിക്കുന്നിടത്ത് അവരും വരും. പരിധി ഉണ്ടല്ലോ സാർ. പിന്നെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തകയായ ദയാഭായി, അവര് തിരുവനന്തപുരത്ത് സമരം നടത്തിയ അവസാനം അവരെ പൈസ അടിച്ചുകൊണ്ട് പോയി, ആകെ നാശമായി. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇതിനോടൊരു ആത്മാർത്ഥത ഇടതുപക്ഷം ഇനിയിപ്പോൾ വരും. നാളെ പിണറായി വിജയൻ മാറി ഒരു മുഖ്യമന്ത്രി വന്നാൽ ഉടനെ എയിംസ് കാസർഗോഡ് വേണമെന്ന് പറയും. അതുവരെ മിണ്ടത്തില്ല. രാജാവിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ഇവർക്ക് പുള്ളിയെ കാണുമ്പോൾ പേടിയാണ്, തുറന്നു പറയാൻ പലതും. അത് ഞാൻ ഏത് ഭരണം വന്നാലും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ കാസർഗോഡ് വേണ്ടി നിലനിൽക്കും. അത് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപക്ഷെ എൻ്റെ അന്ത്യം ഈ മണ്ണിലായിരിക്കും, ഈ ഭൂമിയിലായിരിക്കും.
അതുവരെ ഞാൻ പോരാടും കാസർഗോഡിന് വേണ്ടി. അത് എല്ലാവർക്കും വേണ്ടി പോരാടും. ഞാൻ എൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പം. അത് വിജയിക്കാതിരിക്കാം. പക്ഷേ എത്തേണ്ടത് അവിടത്ത് എത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ കുതിച്ചിടും. മുന്നിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ചാണ്. അത് ജീവിതം കൊണ്ട് തന്നെ അത് സാറ് കാണിച്ചു തന്നു.